പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തമിഴ്നാട് യാത്രകൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് തഞ്ചാവൂരാണ്. അപ്പോൾ എങ്ങനെയാണ് തഞ്ചാവൂരിലേക്ക് ഞാൻ നാട്ടിൽ നിന്ന് എത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനിവിടെ വെളുപ്പിന് 5 മണിക്ക് എത്തിയതാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് തൊടുപുഴ, കൂത്താട്ടുള്ള, മൂവാറ്റുപുഴ ഭാഗത്തു നിന്നൊക്കെ ഉള്ളവർക്ക് തഞ്ചാവൂരിലേക്ക് അല്ലെങ്കിൽ വേളാങ്കണ്ണിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഡെയിലി വേളാങ്കണ്ണിക്ക് സർവീസ് നടത്തുന്ന KSRTCയുടെ സൂപ്പർ ഡീലക്സ് ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ബസ്സിൽ തഞ്ചാവൂർ വന്നിറങ്ങാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ 2:30ക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോരേണ്ട ബസ്സാണ്. ഇന്നലെ 2 മണിക്കൂർ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് കയറിയത്. മൂവാറ്റുപുഴയിൽ നിന്ന് കയറിയപ്പോൾ 6 മണിയായിരുന്നു. അങ്ങനെ 5 മണിയായിരുന്നു, വെളുപ്പിന് 5 മണിക്ക് തഞ്ചാവൂർ ന്യൂ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഞാനത് ബസ്സിൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് തൊടുപുഴ, മൂവാറ്റുപുഴ, കൂത്താട്ടുള്ളംകാർക്ക് ട്രെയിൻ കയറുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കോട്ടയം പോകണം, അല്ലെങ്കിൽ എറണാകുളം, ആലുവൊക്കെ വരണം. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ വഴിയോര കച്ചവടക്കാരൊക്കെ അവരുടെ കച്ചവടമൊക്കെ തുടങ്ങാനുള്ള പരിപാടിയിലാണ്. ഇതൊക്കെ ഈ ടോയ്സ്, ഇതൊക്കെ നമ്മുടെ നാട്ടിലിപ്പം ഈ റോഡ് സൈഡിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്നതല്ലേ. ഈ JCB, ടിപ്പർ, ജീപ്പൊക്കെ ഉണ്ടോ, പല കളറിലിങ്ങനെ റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്നതാണ്. ഇതൊക്കെ ഇവിടെ ഒരു ജീപ്പ്. അപ്പോൾ അതിൻ്റെ ബലം കണ്ടോ, അതിൻ്റെ ബലം പരിശോധിക്കാനായിട്ട് അതിൻ്റെ മേളിൽ കയറിയിരിക്കുന്നു. നോക്കി, താർ റോക്സ്. പ്ലാസ്റ്റിക് ഫൈബർ. എല്ലാം ഫൈബറാണെന്ന് പറയുന്നത്. ഇത് അതിൻ്റെയൊക്കെ മേളിൽ കയറിയിരിക്കുന്നത് കേട്ടോ. ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ. നല്ല ബിൽറ്റ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഈ കിത്തനായ ഭയ്യ? കിത്തനായ? 250 പൂरा 250. ജീപ്പൊക്കെ 200 ആണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കില്ല, ഇതിലൊക്കെ കുറവാണ്. കാരണം നല്ല വലിപ്പമുണ്ടേ, നല്ല മെറ്റീരിയലാണ്. ഇത് 200. ഇത് 200 രൂപയ്ക്ക് എന്തായാലും ലാഭം കേട്ടോ. എൻ്റെ ഒരു വില കണ്ടില്ലേ? എല്ലാം ഉണ്ട്. ബെഡ്ഷീറ്റ് ഉണ്ട്, അതുപോലെ ചെയർ, ഇത് ടീപ്പോ 400 ഒക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ യാഗപ്പ നഗർ മെയിൻ റോഡെന്ന് പറഞ്ഞൊരു വഴിയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടൗണിൽ നിന്ന് മാറി കുറച്ച് ഉള്ളിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ ഇവിടെ മൊത്തം നമുക്ക് വീടുകളൊക്കെയാണ് കാണുന്നത്. റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ കംപ്ലീറ്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പഴനിയിലായിരുന്നല്ലോ. പഴനിയേക്കാളൊക്കെ നല്ല വൃത്തിയുള്ളൊരു നഗരമാണ് തഞ്ചാവൂർ. പഴനിയേക്കാളും വലിയ നഗരമാണ്. പിന്നെ തമിഴ്നാട്ടിൽ മൊത്തം 38 ജില്ലകളാണുള്ളത്. അതിൽ ഒരു ജില്ലയാണ് ഈ തഞ്ചാവൂർ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അത്യാവശ്യം പോഷായിട്ടുള്ള ഏരിയ ആണ്. നിരവധി വീടുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അത്യാവശ്യം ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ട്രീറ്റുകളായിട്ടാണ് നമ്മൾ ഈ ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ ചെല്ലുമ്പം കാണുന്ന പോലെ തന്നെയുള്ള സ്ട്രീറ്റുകൾ. ഇങ്ങനെ നമുക്ക് കുറേ വഴികളൊക്കെ പല ഭാഗത്തേക്കും ഇങ്ങനെ ക്രോസ് റോഡ് പോലെ പോകുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തിന് ഓരോ പേരുകളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, അരുള നാടമ്മൽ നഗർ, അതിൽ 5ാമത്തെ സ്ട്രീറ്റാണ് ഇത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള വലിയ വീടുകൾ നമുക്ക് ആണ് മെയിനായിട്ടും ഈ ഏരിയയിൽ കാണാനായിട്ടുള്ളത് കേട്ടോ. എന്തായാലും വളരെ വൃത്തിയായിട്ട് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. റോഡ് സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിച്ചു വാരി നല്ല ക്ലീനാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പം. ചെറിയൊരു തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. മഴ പെയ്യാനാണോന്നറിയില്ല. കാർമേഘങ്ങളൊക്കെ ആകാശത്ത് ഇങ്ങനെ മൂടിയിട്ടുണ്ട്. ദീപാവലി കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ പല സ്ഥലത്തും ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ മഴ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഒരു ചേട്ടൻ ജോഗിങ്ങിന് ഇറങ്ങുന്നതിനൊപ്പം തന്നെ കണ്ടോ പട്ടീനെ കൂട്ടിക്കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പട്ടീനെ ഒന്ന് മേടിപ്പിച്ചു കേട്ടോ. ഈ ക്യാമറയുടെ സ്റ്റിക്ക് കണ്ടപ്പോഴത്തേനും പട്ടി മേടിച്ചു പോയി. പട്ടി വിചാരിച്ച് പട്ടീനെ തല്ലാനായിരിക്കുമെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇങ്ങനെ റെസിഡൻഷ്യൽ ഏരിയയിലൂടെ നടക്കുമ്പോഴത്തേനും സാധാരണയായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. ജോഗിങ്ങിന് ഇറങ്ങുമ്പോഴത്തേനും പട്ടീനെ കൊണ്ടുപോകും കേട്ടോ. പട്ടിക്ക് ഒരു ജോഗിങ് ആവുമല്ലോ, നല്ല കാര്യമല്ലേ. NK റോഡ്, അണ്ണാനഗർ. തമിഴിൽ എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ട് വായിച്ചതല്ലോ കേട്ടോ. തൊട്ടപ്പുറത്തെ ഒരു കടയിൽ ഇംഗ്ലീഷിൽ ബോർഡ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഇംഗ്ലീഷിൽ സ്ഥലങ്ങളുടെ പേരൊക്കെ വളരെ അപൂർവമായിട്ടാണ് എഴുതി വയ്ക്കുകയുള്ളൂ. അണ്ണാനഗർ, നമ്മൾ പഴനി വീട് ചെയ്തപ്പം അവിടെ ഒരു അണ്ണാനഗർ ഉണ്ടായിരുന്നല്ലോ. ഈ തമിഴ്നാട്ടിൽ ആ ഒരു പേരിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് രാവിലെ തന്നെ തഞ്ചാവൂരിലെ വലിയൊരു പച്ചക്കറി ചന്തയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ എവിടെ വീട് ചെയ്താലും എവിടെ പോയാലും ഒരു ചന്ത കാണിക്കും അല്ലേ. അപ്പോൾ എന്തായാലും തഞ്ചാവൂർ എത്തിയിട്ട് അതായിട്ട് കുറയ്ക്കുന്നില്ല. എന്നാലും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചന്തയുടെ കാഴ്ചകളിലേക്ക് പോകുന്നില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി കുറേ ചെയ്തതല്ലേ. ഇതിവിടുത്തെ ഡെയിലി ചന്തയാണ് കേട്ടോ. ഉഴവർ ചന്ത. പച്ചക്കറിയും പഴവർഗ്ഗങ്ങളൊക്കെയാണ് ഈ ചന്തയിലുള്ളത്. ഇതുണ്ടോ, ഈ ചന്തയിൻ്റെ അകത്താണ് ഈ വഴി സൈഡിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ പച്ചക്കറികൾ. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ. കൂടുതലും തമിഴ് ഗ്രാമീണ സ്ത്രീകളാണ് ഈ പച്ചക്കറി കാര്യങ്ങളൊക്കെ വിൽക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു എൻട്രൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചന്തയുടെ. ഉഴവർ സന്തൈ തഞ്ചാവൂർ.
അത്യാവശ്യം വലിയ ചന്തയാണ് കേട്ടോ. വാഴക്കൊലയാണല്ലോ പ്രധാനമായിട്ട് ഇവിടെ മുന്നിൽ തന്നെ ഇറക്കി വെച്ചേക്കുന്നത്. രാവിലെ 6 മണി മുതൽ ഈ ചന്ത ഇവിടെ തുടങ്ങും. നിരവധി വാഴക്കൊല പച്ച വാഴക്കൊലകൾ നമുക്ക് കാണാം. കണ്ടിട്ട് ഞാലിപ്പൂവനാണെന്ന് തോന്നുന്നു. ഞാലിപ്പൂവനാണോ പാളയംകോടനും അങ്ങനെയുള്ള സകലതും ഉണ്ട്. ബജ്ജി ഉണ്ടാക്കുന്ന കായ. നമ്മുടെ ഏത്തവാഴക്കൊല മാത്രം കണ്ടില്ലല്ലോ. ഇവിടെ പച്ചക്കൊലകളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പഴുത്ത കൊലകൾ ഇറക്കി വെച്ചേക്കുന്നത് കാണാം. ഇതിങ്ങനെ ഓരോ തട്ടായിട്ട് തിരിച്ചേക്കുവാണ്. ഓരോരുത്തർക്ക് ഇങ്ങനെ തിരിച്ചു കൊടുത്തേക്കുവാണ്ടോ. ഇത് കണ്ടോ, പച്ചക്കറികളെല്ലാം തന്നെ ഉണ്ട്. എല്ലാത്തിൻ്റെയും വില കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല, ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കടകളിൽ എന്തൊക്കെ ഐറ്റംസാണോ ഉള്ളത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. തമിഴിലാണ്. എന്തായാലും രാവിലെ തന്നെ നല്ല തിരക്കാണ് കേട്ടോ ഈ ചന്തയ്ക്കകത്ത്. നിരവധി ആളുകളാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നേക്കുന്നത്. അങ്ങനെ അത്ര വലിയൊരു മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാ സാധനങ്ങളും, അതായത് പച്ചക്കറി ഐറ്റംസ് എല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ പഴവർഗ്ഗങ്ങളും ഉണ്ട്. ഈ ഒരു പാത്രത്തിൽ നിറയെ ഇട്ട് വെച്ചേക്കുന്നുണ്ടോ ചെറിയ മത്തങ്ങ. അതാണ്ടത് നമ്മുടെ കയ്യിൽ ഒതുങ്ങൂട്ടോ, അത്രയും വലിപ്പമുള്ളൂ. നല്ല ഭംഗിയുണ്ടത് കാണാൻ. തേങ്ങ വില വലിപ്പം അനുസരിച്ച് 30, 35, 40 അങ്ങനെയാണേ. ഇതാണ് ഗ്രഹിണി പിടിച്ച പടവലങ്ങ. ഇതുണ്ടോ മെലിഞ്ഞ് വള്ളിപ്പയർ പോലെ. 40 രൂപയാണ് കിലോ വില. കൊള്ളാം അല്ലേ സംഭവം. ഈ ഒരു കടയിൽ കംപ്ലീറ്റ് ഇലക്കറികൾ. ചീരയാണ്, പല തരത്തിലുള്ള ചീര. ഇത് കണ്ടത് ഇവിടെ ഒരു ചീര കാണിച്ചു തരാവേ. നമ്മുടെ സാമ്പാർ ചീര എന്നൊക്കെ പറഞ്ഞ ചീരയാണ് കേട്ടോ. പണ്ട് നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ടായിരുന്നില്ല ഈ സാധനം നിറച്ച് കണ്ടോ, ഒരു ചെറിയൊരു പൂവൊക്കെ ഉണ്ടാകുന്നത്. ഇത് സാമ്പാറിലിടുന്നതാണ് കേട്ടോ. ഈ പുറത്ത് കംപ്ലീറ്റ് പഴങ്ങളാട്ടോ. പൂവനുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ വാഴ ഇല വിൽക്കുന്നുണ്ട്. വാഴപ്പിണ്ടി കണ്ടോ, വാഴപ്പിണ്ടി ഇതൊക്കെ അടിപൊളിയാണ്. വയറിനേറ്റം സെറ്റപ്പ് സാധനം കേട്ടോ കണ്ടോ. അതുപോലെ അതെ ചെങ്കതളി. തിരുവനന്തപുരം സൈഡിലേക്ക് ഇതിന് കപ്പപ്പഴം എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഞാലിപ്പൂവനാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാലിപ്പൂവൻ. ഇതെന്നാ വില കിലോ ഞാലിപ്പൂവൻ? 80. ഇതോ 90 രൂപ. ഇതിന് ചെങ്കതളി 90. കണ്ടോ വാഴച്ചുണ്ട്. വാഴയുടെ ഒരു സാധനം പോലും വെറുതെ ഇട്ടിട്ടില്ല കേട്ടോ, കംപ്ലീറ്റ് ഉണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. ഈ പാട്ടിയുടെ കട കണ്ടോ, ഒരു 2 ചാക്ക് വിരിച്ചേക്കുകയാണ്. അതിൽ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. കുറച്ച് ഇലകളും അതുപോലെ നാരങ്ങയൊക്കെ എണ്ണയാണ് വെച്ചേക്കുന്നത് കണ്ടോ. ഈ മുട്ടയൊക്കെ നോക്കി, ആകെ ഇത്രയേ ഉള്ളൂ. പിന്നെ മാങ്ങ, 3 മാങ്ങ, പിന്നെ ഇതൊക്കെയോ പൂവാട്ടോ. അതുപോലെ കപ്ലങ്ങയുണ്ട്. കപ്ലങ്ങ കുറേ ഇലകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഒക്കെ ഇത് എന്നാ പൂ? ഇത് ആവരം പൂ എന്ന് പറഞ്ഞാൽ ഇതെന്ത് കറി വെക്കുന്നേക്കാ? ഷുഗറിന് വേണ്ടിയിട്ട്, ഷുഗറൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കഴിക്കാനാണ് കേട്ടോ. പിന്നെ കുറേ ഇലകളൊക്കെ കാണാം. ഇത് നോക്കേ, ഇത് ഈ മുരിക്കിൻ്റെ ഇല പോലെ ഉണ്ടല്ലോ വേണ്ടിയിട്ട്. അത് ചുമ മാറാൻ വേണ്ടിയിട്ട് അരച്ച് കഴിക്കണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉഴവർ ചന്ത എന്നുള്ള പേരിൽ തമിഴ്നാട്ടിൽ ഒരുപാട് ചന്തകളുണ്ട്. ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഉഴവർ ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉഴവർ എന്ന് പറയുന്നത് തമിഴിൽ കർഷകന് പറയുന്ന പേരാണ്. അപ്പോൾ കർഷകൻ്റെ സ്വന്തം ചന്ത, അതായത് കർഷകർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ അവർ കസ്റ്റമറിന് ഡയറക്റ്റ് വിൽക്കുന്ന ഒരു ചന്തയാണ് കേട്ടോ. അപ്പോൾ ന്യായമായിട്ടുള്ളൊരു വിലയ്ക്ക് നമുക്ക് പച്ചക്കറികൾ വാങ്ങാനായിട്ട് സാധിക്കും. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ് ഇവർ ഇവിടുന്ന് വിൽക്കുന്നത്. അതായത് ഇപ്പോൾ പറിച്ച് ഉടനെ അവർ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പറിച്ച പിറ്റേ ദിവസം തന്നെ, ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ ചന്തയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസമൊക്കെ പറിക്കുന്ന പച്ചക്കറികളായിരിക്കും. അപ്പോൾ അത് രാവിലെ തന്നെ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ്നെസ് ഉണ്ട്. എല്ലാ പച്ചക്കറികളും നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ വില എന്ന് പറഞ്ഞാൽ ന്യായമായൊരു വിലയാണെങ്കിലും വലിയ വിലക്കുറവെന്നൊന്നും പറയുന്നില്ല കേട്ടോ. നമ്മൾ ഇതിനോടൊപ്പം കുറേ ചന്തകളുടെയൊക്കെ വീഡിയോ ചെയ്തതല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചന്തകളിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വലിയൊരു ഡിഫറൻസ് ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും താരതമ്യേന ചെറിയ രീതിയിലുള്ള വിലക്കുറവുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. പച്ചക്കറികളൊക്കെ നമുക്ക് വിലയൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും. ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റമാണ്. ഇതുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ സാമാന്യം വലിപ്പമുള്ളൊരു ഓട്ടോറിക്ഷയാണ്. ഇത് ഈ ഫോഴ്സ് കമ്പനിയുടെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റിയേക്കാളും കൂടുതലാണ് കയറണേ. അതായത് മാക്സിമം അത് നിറയണം, അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. കാരണം അത് ചാർജ് കുറവാണ്. മാക്സിമം ആളുകൾ തള്ളിക്കയറ്റി കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. തമിഴ്നാട്ടിൽ ഷെയർ ഓട്ടോ പോലെ
അത് ഇതിൽ വേറെ ഒരു പ്രശ്നം എന്താ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഈ സ്കൂൾ കുട്ടികളെ അവരെ കൊണ്ടുപോകണമെന്ന് അതിങ്ങനെ അകത്തിരിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് കമ്പിയിലേക്ക് ഇങ്ങനെ തൂങ്ങി നിന്നാണ് പോകുന്നത്. എത്ര അപകടകരമായ രീതിയിലാണ് നോക്കി. നമ്മുടെ നാട്ടിലാണെങ്കിൽ നടക്കുമോ അല്ലേ? നമ്മുടെ കേരളത്തിലെ ട്രാഫിക് സിസ്റ്റം തമിഴ്നാട്ടിലെ ട്രാഫിക് സിസ്റ്റോടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലേ ചിരി വരും കേട്ടോ. ചിരി മാത്രമല്ല സഹതാപം തോന്നും. ഇപ്പോൾ ഈ സ്കൂൾ ടൈമാണ്, ഈ സ്കൂൾ കുട്ടികളെ ഇത് വേറെ ഒരു പ്രശ്നമുണ്ട്. ഈ ഹോണടി ഒരു രക്ഷയില്ല. ആവശ്യമുള്ളതിന് ഇല്ലാത്തതിന് ഇങ്ങനെ ഹോണടിച്ചു, അതും എയർ ഹോണ്, നമ്മുടെ ചെവി തുളഞ്ഞു പോകട്ടോ. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സ്കൂൾ ടൈമാണ്. അപ്പോൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് 2 വീലറിലാണ് വരുന്നത് കേട്ടോ. ഒരു 2 വീലറിൽ മാക്സിമം 2 പേർക്കല്ലേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഇത് 2 മുതൽ 2, 3, 4 പേരൊക്കെയാണ്. 3 പിള്ളേരൊക്കെ, ചെറിയ പിള്ളേരൊക്കെ പുറകെ ഇരുത്തിയിട്ട് അങ്ങനെ ഇരുത്തുന്നതും പോരാനിട്ട് ആരും തല ഹെൽമെറ്റ് ഇല്ല കേട്ടോ. ഇവിടെ ഹെൽമെറ്റ് വയ്ക്കുന്ന ഒരു 100 പേരെടുത്ത് കഴിഞ്ഞാൽ ഒരു 5 പേര് പോലും കാണില്ല. അത് ആലോചിച്ച് നോക്കി. ഇവിടുത്തെ ഒരു പോലീസുകാരൊക്കെ വെറുതെ നോക്കി നിൽക്കുന്നുണ്ടോ? അവരൊന്നും ഇതിൽ അവർക്കൊന്നും പ്രശ്നമില്ല. എന്തല്ലേ ഈ ബോധമില്ല, ആളുകൾക്ക് ബോധമില്ലാത്തതിൻ്റെയാണ്. അതാണ് മെയിൻ കാരണം. ആളുകൾക്കും ഇല്ല, പോലീസുകാർക്കും ഇല്ല. ഇതൊക്കെ വെച്ച് വെക്കുന്നതിന് നമ്മുടെ നാട് എന്താല്ലേ. പിന്നെ നമ്മുടെ പല ടൈമിലും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ MVD-നെയൊക്കെ ട്രോളാറുണ്ട്. ചില നെറികേടുകളൊക്കെ കാണിക്കുന്നുണ്ട്, ഇല്ലയെന്നും പറയുന്നില്ല. എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ബെറ്ററാണെന്ന് ആലോചിക്കുക നമ്മുടെ നാട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു റൗണ്ട് അബൌട്ട്. അപ്പോൾ നേരെ പോകുന്നത് പുതുക്കോട്ടൈ ട്രിച്ചിയൊക്കെ നേരെയാണ് പോകുന്നത്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് തഞ്ചാവൂരിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ബൃഹദീശ്വർ ക്ഷേത്രത്തിലേക്ക് പോകാം. മെഡിക്കൽ കോളേജൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇവിടുത്തെ പോലീസ് മഹേന്ദ്ര താർ റോക്സിലൊക്കെയാണ് വരുന്നത്. ഉള്ള വണ്ടിയൊക്കെ അടിപൊളിയാണ്, പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും പറയണ്ട കേട്ടോ. നമ്മൾ ഈ തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന 2 മരങ്ങളാണ് കേട്ടോ. എവിടെ നോക്കിയാലും കാണാം നമുക്ക്. ഒന്ന് പുളിമരം, വാളംപുളി, പിന്നെ രണ്ടാമത് ആര്യവേപ്പ്. അത് ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ. അത് ഇവിടുത്തെ ആര്യവേപ്പിൻ്റെയൊക്കെ വണ്ണം പറഞ്ഞാൽ ഇത് ചെറുതാണ്, ഭയങ്കര വൃക്ഷങ്ങളൊക്കെ ആയിട്ട് വളരും കേട്ടോ, നമ്മുടെ നാട്ടിലേക്കാളുമൊക്കെ. അതുപോലെ തന്നെ ഈ കാണുന്ന കണ്ടോ, ഇത് വലിയൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ മിറ്റിൽ നിരത്തിയേക്കുന്നതുണ്ടോ, അതായത് ഇത് റെയിൽവേയുടെ ട്രാക്കിലിടാനായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരത്തി വെച്ചേക്കുന്നതാണ്. അങ്ങ് അകലെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ, തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ കാണാം. ഇത് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ട് കയറിയതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം മൊത്തം തകർന്ന് കിടക്കുന്ന കാണാം. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാട്ടോ എന്താണെന്ന്. ഇത് ചെറിയൊരു ഫാക്ടറി ആയിരുന്നു, അങ്ങനെ ഞാൻ അനുമാനിക്കുവാണ്. അതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. ഇതൊക്കെ തമിഴ്നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു അബാൻഡഡ് പ്ലേസിൽ കയറുന്നത്. അപ്പോൾ ഇതൊരു ഫാക്ടറി ആണെന്ന്, അല്ലെങ്കിൽ ഗോഡൗൺ ആയിരിക്കാം. അത് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ താഴേക്ക് നോക്കി കിടക്കുന്ന സംഭവങ്ങൾ എന്തെന്ന് അറിയോ? കാണിച്ചു തരാം. ഈ മുറി നിറച്ച് കിടക്കണുണ്ടോ, കോണ്ടമാണേ. കോണ്ടത്തിൻ്റെ പാക്കറ്റ് അത് പൊട്ടിയും കിടക്കുന്നുണ്ട്, അല്ലാതെ എല്ലാം കിടക്കുന്നുണ്ട്, നിറയെ അതെ കേട്ടോ. ഈ മുറി നിറച്ചു അതെ. എന്തായാലും ഇവിടെ അതുകൊണ്ട് ആരും തള്ളാൻ വഴിയില്ല. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥലമായിരിക്കാം മിക്കവാറും. അതിൻ്റെ പുറയിലേക്കൊക്കെ നോക്കി മൊത്തം കാട് കയറി അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഒരു കാവൊക്കെ പോലെ ഉണ്ട് കേട്ടോ ഈ പ്രദേശം. കേട്ടോ എന്തൂരം കിടക്കണേന്ന് നോക്കി. അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്ന പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയ ഈ ഒരു കെട്ടിടം മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് കുറേ കെട്ടിടങ്ങളൊക്കെ അതെ കാട് മൂടിയ നിലയിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഗോഡൗൺ അല്ലെങ്കിൽ അതിൻ്റെ കമ്പനിയുടെ ഭാഗങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും. എന്തായാലും ഇപ്പം നിലവിൽ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് പാലക്കാടല്ലേ? പാലക്കാടാണോ അതോ കുട്ടനാടാണോ? പാലക്കാടാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായാലും തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ്. ഇവിടെ ഒരുപാട് നാഷണൽ പെർമിറ്റ് ലോറികൾ നിർത്തിയിട്ടേക്കണ കാണാം. അതിലെല്ലാം തന്നെ അരിച്ചാക്കുകൾ, അരിയല്ല കേട്ടോ, നെല്ല്, അതായത് ഈ പാടത്തുനിന്ന് കൊയ്ത് മെതിച്ച് കൊണ്ടിരുന്ന നെല്ലുകൾ ഈ തമിഴ്നാടിൻ്റെ ഉൾപ്രദേശത്തേക്ക്, അതായത് തഞ്ചാവൂരിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം നെൽകൃഷികളുണ്ട്. അവിടുന്ന് ലോറിയിൽ കൊണ്ടുവന്നിട്ട് ട്രെയിനിൽ കയറ്റി, ഇതിൻ്റെ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അവിടുന്ന് ട്രെയിനിൽ കയറ്റി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ വന്ന് കിടക്കുന്ന ലോറികളാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ മിറ്റിൽ നിരത്തിയിട്ടേക്കണ ഒരു ഗ്രൗണ്ട് കണ്ടില്ലായിരുന്നോ? അപ്പോൾ ആ മിറ്റിൽ നിരത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലോക്കോയാണ് കിടക്കുന്നത് കേട്ടോ. അത് ഇപ്പോൾ കാണത്തില്ല, ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാവേ. ലോക്കൽ ട്രെയിനാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ മെമു പോലെ.
അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എൻജിനുള്ള ടൈപ്പാണ് കേട്ടോ. കണ്ടോ, ആ കാണുന്ന ലോക്കോ കണ്ടോ, യെല്ലോ കളറിൽ. അപ്പോൾ അതിൽ മിറ്റിൽ ലോഡ് ചെയ്തിട്ട് അതിങ്ങനെ ട്രാക്കിൽ കൂടെ ഓടും കേട്ടോ. അപ്പോൾ ആ കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ കറക്റ്റ് രീതിക്ക് ഒരേ ലെവലിൽ ഇങ്ങനെ മിറ്റിൽ വിരിച്ചു പോകും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോക്കോയാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ തഞ്ചാവൂർ ബൃഹദേശ്വർ ക്ഷേത്രത്തിന് സമീപമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. സമയം എന്തായാലും 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എന്തേ ഈ ഒരു ഐറ്റമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. റവ മസാല ദോശ. സാധാ മസാല ദോശയുടെ ഒരു മാവല്ല, റവയാണ്. ആ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടുന്നതല്ലോ എല്ലായിടത്തും. ഈ മാവിൽ നിറയെ ജീരകം, ചെറിയ ജീരകവും കുരുമുളകൊക്കെ നല്ലപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 115 രൂപയായി ആ ഒരു റവ മസാല ദോശയ്ക്ക്. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഈ വെജിറ്റേറിയൻ ഫുഡിന് അല്പം റേറ്റ് കൂടുതലാണ് കേട്ടോ. പക്ഷേ നല്ല ദോശയാണ് കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിനോട് ചേർന്നത് ഇങ്ങനെ കുറേ കടകളൊക്കെ നമുക്ക് കാണാം. ആൻറ്റിക് പ്രോഡക്റ്റുകളൊക്കെ വിൽക്കുന്നതും പിന്നെ പ്രശസ്തമായിട്ടുള്ള തഞ്ചാവൂർ പ്രതിമ, തലയാട്ടി ബൊമ്മ എന്ന് പറയും, അതൊക്കെ വിൽക്കുന്ന കടകളാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്ക് നമ്മൾ വിശദമായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ടെമ്പിളിലേക്കാണ്. ഇവിടുത്തെ തഞ്ചാവൂരിൽ വളരെ പ്രശസ്തമായിട്ടുള്ള, ഞാൻ മുന്നേ പറഞ്ഞ ബൃഹദീശ്വർ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ കാണുന്ന ഗോപുരമില്ലേ, അതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടം. അതുപോലെ തന്നെ ഇവിടെ കോട്ട കെട്ടി തിരിച്ചേക്കുന്ന പോലെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്താണ് പ്രധാന ക്ഷേത്രമൊക്കെ വരുന്നത്. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 3 ഭാഷകളിലായിട്ട്, തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ടിക്കറ്റൊന്നും വേണ്ട കേട്ടോ, ഫ്രീ ആണ്. അപ്പോൾ നമ്മുടെ ചെരുപ്പും അതുപോലെ തന്നെ ബാഗൊക്കെ സൂക്ഷിക്കാനായിട്ട് അകത്ത് തന്നെ ആയിട്ട് ഇവിടെ ഒരു ക്ലോക്ക് റൂമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ഷേത്രമൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങിയേ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, അകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. പക്ഷേ നമ്മുടെ മൊബൈലിലെടുക്കാം, അല്ലാതെ ഒരു ക്യാമറയിൽ നമുക്ക് അകത്ത് കയറിയിട്ട് സംസാരിക്കാൻ, അതായത് ലൈവായിട്ട് വ്ളോഗ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന സൈറ്റുകളിലും. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ റെസ്ട്രിക്ഷൻസൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര വിചിത്രമായിട്ടുള്ള നിയമങ്ങളൊക്കെ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വളരെ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ പണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഉള്ളൊരു ഓർമ്മ പങ്കുവയ്ക്കുകയാണ്. അന്ന് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആദ്യത്തെ കവാടം ഇല്ലേ, അതിൻ്റെ മുന്നിലായിട്ടൊരു ആന ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പിടിയാന. ആനയെ നല്ല രീതിയിൽ അലങ്കരിച്ച് ദേഹത്തൊരു പട്ടുതുണിയൊക്കെ ചാർത്തി നെറ്റിയിൽ ഭസ്മമൊക്കെ തൊടിയിച്ച് നിർത്തിയേക്കുന്ന ഒരു സുന്ദരി ആനയായിരുന്നു. ആനനെ അവിടെ വെറുതെ നിർത്തിയേക്കുന്നതല്ല, നമുക്ക് അനുഗ്രഹം തരാൻ വേണ്ടിയിട്ടാണ്. വെറുതെ അനുഗ്രഹം തരുമൊന്നുമില്ല കേട്ടോ. നമ്മൾ പൈസ കൊടുക്കണം. അവിടെ ഒരു ആൾ നിൽക്കുന്നുണ്ട്, ആളുടെ കയ്യിൽ കുറച്ച് ചില്ലറ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആന വന്നിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ തുമ്പിക്ക വെച്ച് അനുഗ്രഹിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആ തുമ്പിക്ക എടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഭാരം തോന്നും കേട്ടോ. ഒരു ചുമടെടുത്ത് തല വെക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. എന്തായാലും ഇപ്പോൾ ആനയൊന്നുമില്ല, ഞാനത് ഉണ്ടെന്ന് വിചാരിച്ചാണ് വന്നത്. എന്നാൽ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നത് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രം ചോളന്മാർ പണിതാണ്. ചോള രാജവംശകാലത്ത് ചോള രാജാവായിരുന്ന രാജരാജ ഒന്നാമനാണ് ഈ ക്ഷേത്രയുടെ പണി കഴിപ്പിക്കുന്നത്. 1003നും 1010നും ഇടയിലാണ് കേട്ടോ. പൂർണ്ണമായിട്ടും കല്ലിൽ തീർത്തേക്കുന്ന ക്ഷേത്രമാണ്. അപ്പോൾ ഇതിന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ബിഗ് ടെമ്പിൾ എന്നും അതുപോലെ പെരിയ കോവിൽ, തമിഴിൽ പെരിയ കോവിൽ എന്നും ബൃഹദീശ്വർ ടെമ്പിൾ എന്നുള്ള പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കവാടം കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് നന്ദി മണ്ഡപമാണ്. നന്ദി മണ്ഡപത്തിൻ്റെ അകത്ത് ഒറ്റ കല്ലിൽ തീർത്തേക്കുന്ന കൂറ്റൻ നന്ദി വിഗ്രഹം കാണാം. അതിങ്ങനെ ശിവന് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അവിടെ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മണ്ഡപത്തിൻ്റെ അകത്തായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള തഞ്ചാവൂർ പെയിൻറ്റിങ് ആണ് കേട്ടോ. ഇങ്ങനെ കടും വർണ്ണങ്ങളിൽ അന്നത്തെ കാലത്ത് വരച്ച ഒരു പെയിൻറ്റിങ് നമുക്ക് ഇപ്പോഴും അധികം കേടുപാടുകളൊന്നും കൂടാതെ നമുക്കിപ്പോഴും കാണാനായിട്ട് സാധിക്കും കേട്ടോ. എന്തിനായാലും ഒരു അത്ഭുത നിർമ്മിതി എന്ന് തന്നെ പറയണം. കാരണം കൊത്തുപണികൾ കല്ലിൽ കൊത്തി വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അത്ഭുതം തന്നെ തോന്നും കേട്ടോ. ചോളന്മാരുടെ ആ ഒരു വാസ്തുവിദ്യയും കൊത്തുപണികളൊക്കെ എത്ര കമനീയമാണെന്ന് നമുക്ക് ആ ഒരു കൊത്തുപണികളൊക്കെ കാണുമ്പോഴത്തേനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രധാന ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ഒരു ഗോപുരത്തിലേക്ക് നോക്കി കാണാം, ധാരാളം കൊത്തുപണികൾ നമുക്ക് കാണാം. പത്രത്തിലെ കൊത്തുപണികൾ ചെയ്തേക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രമാണ്. 216 അടിയാണ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്, അതായത് 66 മീറ്റർ.
അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് പറയേണ്ടത് അതിൻ്റെ ഏറ്റവും മേളിൽ കാണുന്ന ഒരു വലിയ മകുടം നമുക്ക് കാണാം. ആ മകുടം ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തേക്കുന്നതാണ്. അങ്ങനെ കൊത്തിയെടുത്തിട്ട് അതിൻ്റെ മേളിൽ കൊണ്ട് സ്ഥാപിച്ചതാട്ടോ, പ്രത്യേകം സ്ഥാപിച്ചതാണ്. അപ്പം അന്നത്തെ കാലത്ത് എങ്ങനെ അതിൻ്റെ മേളിൽ എത്തിച്ചു, അത് അവർ കണ്ടെത്തിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ഇങ്ങനെ മണ്ണ് ഉയർത്തി കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ മേളിൽ വരെ ഉയർത്തി കൊണ്ടുവന്നിട്ട് അതിൻ്റെ തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ ധാരാളം ആനകളെ വെച്ച് വലിച്ചാണ് മേളിലെത്തിച്ചത്. ഏകദേശം 80 ടൺ ഭാരമുണ്ട്. അപ്പോൾ ആ ഒരു മകുടം അവിടെ സ്ഥാപിച്ച ശേഷം ആ മണ്ണെല്ലാം അവിടെ നിന്ന് മാറ്റി കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ ആ ഒരു ക്ഷേത്രമായത്. ആലോചിക്കുക, ഇന്നത്തെ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ എന്തോരം ടെക്നോളജി ഉണ്ടല്ലേ. അപ്പോൾ തഞ്ചാവൂർ ആ ഒരു സമയത്ത് ചോള സാമ്രാജ്യത്തിൻ്റെ ഒരു തലസ്ഥാനമായിരുന്നേ. എന്തായാലും ചോള രാജാക്കന്മാരുടെ ഒരു കാലത്താണ് ഈ നഗരം ആദ്യമായിട്ട് പ്രശസ്തിയിലേക്ക് ഉയർന്നത്. അതിനുശേഷം ചോളന്മാരുടെ ഒരു പതനത്തിനൊക്കെ ശേഷം ഒരുപാട് രാജവംശങ്ങളൊക്കെ ഉയർന്നു വന്നു. മുത്തറയ്യർ രാജവംശം, പാണ്ഡ്യന്മാരും, അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യം, മധുരൈ നായ്ക്കുകളും, തഞ്ചാവൂർ നായ്ക്കുകളും, തഞ്ചാവൂർ മറാത്തകളും, ബ്രിട്ടീഷ് സാമ്രാജ്യം, അങ്ങനെ നിരവധി രാജവംശങ്ങളൊക്കെ ഇവിടെ ഈ നഗരം ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിനോട് ചേർന്നാണ് ഇതൊരു പാർക്കാണ് കേട്ടോ, രാജരാജ ചോളൻ സ്റ്റാച്യു പാർക്ക്. രാജാവിൻ്റെ സ്റ്റാച്യു ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ആ രാജാവ്. അവിടെ എന്തോ നവീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം. അപ്പോൾ ഈ ക്ഷേത്രം തഞ്ചാവൂർ നഗരത്തിൻ്റെ മധ്യത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പിന്നെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ചാർജ് ഒന്നും കൊടുക്കണ്ട. പക്ഷേ നമ്മുടെ ചെരുപ്പ്, ബാഗൊക്കെ ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കുന്നതിന് പൈസ കൊടുക്കണം, 20 രൂപ വെച്ചിട്ട്. ചെരുപ്പിനും ബാഗിനൊക്കെ സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം. അപ്പോൾ തഞ്ചാവൂർ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേരിൽ മാത്രമല്ല, തഞ്ചാവൂർ നൃത്തത്തിൻ്റെ പേരിലും സംഗീതത്തിൻ്റെ പേരിലൊക്കെ പ്രശസ്തമാണ്. അതുപോലെ തന്നെ തഞ്ചാവൂർ പെയിൻറ്റിങ്സ്, അത് നമുക്കിവിടെ മറാത്ത രാജാക്കന്മാരുടെ ഒരു പാലസ് ഉണ്ട്. ആ പാലസിൻ്റെ അകത്ത് തഞ്ചാവൂർ പെയിൻറ്റിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ മ്യൂസിയത്തിൻ്റെ അകത്ത് ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും അലൗ ചെയ്യില്ല കേട്ടോ. പിന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള തഞ്ചാവൂർ പ്രതിമകൾ, തലയാട്ടി ബൊമ്മ എന്ന് പറയുന്ന ഡാൻസിങ് ഡോൾസ്, അത് വിൽക്കുന്ന ധാരാളം ഷോപ്പുകൾ നമുക്ക് ഈ വഴിയോരത്തായിട്ട് കാണാം കേട്ടോ. ഇതിങ്ങനെ ഡാൻസ് ചെയ്യണുണ്ടോ, ഇതിങ്ങനെ നമ്മളിങ്ങനെ കൈകൊണ്ടിങ്ങനെ അനക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഈ ഡൗൺ പോർഷനിൽ ഇവിടെ നല്ല വെയിറ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കിടന്ന് ആടുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു റബ്ബർ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഈ താഴെ മേളിൽ പ്ലാസ്റ്റിക്കാണ്. ഇത് 2 എണ്ണത്തിന് 50 രൂപ കേട്ടോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ. അതുപോലെ തന്നെ ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ, അപ്പോൾ അത് നല്ല വെയിറ്റ് ഉണ്ട്. ഇതും ഇങ്ങനെ നടന്ന് ഇങ്ങനെ ആടും. ഇതുണ്ടോ, നൃത്തം ചെയ്യും. ഇതിന് 250 ആണ് പെയർ. ഇത് വന്നിട്ട് 300. പിന്നെ അതെ, അപ്പോൾ ഇതാണ് ശരിക്കും ഡാൻസിങ് ഡോൾസ് എന്ന് പറഞ്ഞാൽ. ഡാൻസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ കാണാം നമുക്ക്. ഇതുണ്ടോ, അതിങ്ങനെ നടന്ന് നൃത്തം ചെയ്തുകൊണ്ടിരിക്കും, തലയാടും. ഒപ്പം തന്നെ ഇത് കണ്ടില്ലേ, ആ മൂവ്മെൻറ്റ്സ് കണ്ടോ. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള തലയാട്ടി ബൊമ്മ എന്ന് പറയുന്നത് ഇതാട്ടോ, തഞ്ചാവൂർ ഡാൻസ് ഡോള്. ഇത് ഡാൻസിങ് ഡോള്. ഇത് ഡാൻസിങ് ഡോളും ഇത് തലയാട്ടി ബൊമ്മയാട്ടോ. ഇതാണ് ട്രഡീഷണലായിട്ട് പണ്ട് കാലം മുതലേ നിർമ്മിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിമയാണ്, ഈ മണ്ണ് വെച്ചിട്ട്. ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട് കേട്ടോ. ഇത് പട്ടണത്താറ്, ഇത് പട്ടണത്തി, ചെട്ടിയാർ, ചെട്ടിയാറമ്മ, അങ്ങനെയൊക്കെ ഓരോ പേരിലാണ്. ഇപ്പോൾ അണ്ണ ഊതി കാണിച്ചില്ലേ, ഇപ്പോൾ ഇതാണ്, ഇതൊരു വിസിലാണ് കേട്ടോ. ഇത് മണ്ണ് കൊണ്ട് നിർമ്മിക്കുന്നതാണ്. അതിൻ്റെ ഇത് വെള്ളം ഒഴിക്കും, വെള്ളം ഒഴിച്ചിട്ട് ഊതുമ്പോഴാണ് ആ സൗണ്ട് വരുന്നത്. അല്ലാതെ സൗണ്ട് കേൾക്കും, ആ ഒരു കിളിയുടെ കറക്റ്റ് സൗണ്ട് വന്നേക്കുന്നതിൽ വെള്ളം നിറയ്ക്കുമ്പോഴാണ്. 50 രൂപയാണ് ഇതിന്, ഒരു പീസിന് 50 രൂപയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ അത്തരത്തിലുള്ള ധാരാളം കടകൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ജോഡിയായിട്ടാണ്. ജോഡിയായിട്ട് നമുക്ക് സിംഗിളായിട്ടും വാങ്ങിക്കാം. അപ്പോൾ പല റേറ്റിലാട്ടോ. സ്റ്റാർട്ടിങ് റേറ്റ് എவ்வளோ? സിംഗിൾ 300 രൂപ. അതൊന്ന് കാണിക്കുമോ? ഇത് 300 അല്ലേ? 300 ജോഡി വരുമ്പോൾ 600. അതിങ്ങനെ പെയറായിട്ട്, അതായത് രാജാവും റാണി അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതാ 1100. ഒരു പീസ് 1100 രൂപ ഒരു പീസിൻ്റെ വിലയാണ് കേട്ടോ. അത് സൈസ് ഈ വലിപ്പം അനുസരിച്ചാണ്. വലിപ്പം അതുപോലെ തന്നെ ഇതിൽ ചെയ്തേക്കുന്ന അലങ്കാരപ്പണികളും, ഈ കണ്ട ഈ ആഭരണങ്ങളൊക്കെ ചെയ്തേക്കണം, സ്റ്റോണൊക്കെ സ്റ്റിക്ക് ചെയ്തേക്കണതിന് പ്രത്യേകം റേറ്റ് കൂടും കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ളതിനേക്കാളും റേറ്റ് ഇതിന് കൂടും. ഇത് ഫൈബറാണ്. ഫൈബറും അതുപോലെ തന്നെ പേപ്പർ മാഷയും പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ വെച്ചാണ് ഈ പ്രതിമ ഉണ്ടാക്കുന്നത്. ആ ഡാൻസ് ചെയ്യണുണ്ടോ, ഇതിങ്ങനെ ഓരോ പോർഷനായിട്ടാണ് നിർമ്മിക്കുന്നത്. ഈ കാലിൻ്റെ ഭാഗവും കണ്ടോ, ഇതൊക്കെ സെപ്പറേറ്റ് ആണ്. ഈ തല സെപ്പറേറ്റ്. അതിങ്ങനെ നമ്മളിങ്ങനെ കൈ വെച്ചൊന്ന്
തട്ടിക്കഴിഞ്ഞാൽ കണ്ടോ ഡാൻസ് ചെയ്യണുണ്ടോ, ശരിക്കും ഡാൻസ് ചെയ്യണ പോലെ തന്നെ ആ ഒരു കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കി. മറിഞ്ഞ ചാടി. അയ്യോ, മൂന്ന് പീസായല്ലോ. അണ്ണം കണ്ടപ്പോൾ എന്നെ ഓടിക്കും. ഓ, ഇത് സെപ്പറേറ്റ് ഇങ്ങനെ ഊരി എടുക്കണം കേട്ടോ. അതങ്ങനെ മണ്ട കീഴെ പോയെന്ന്. ഇത് നമുക്കിങ്ങനെ ഇളക്കി എടുത്തിട്ട് തല ഇവിടെ പോയി. തല ഇത് കണ്ടോ. അപ്പം എത്ര 4 ഭാഗമായിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. കണ്ട അവർ സംസാരിക്കുന്ന പോലെ. കൊള്ളാമല്ലേ. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടിങ്ങനെ അലങ്കാര വസ്തുവായിട്ടൊക്കെ വെക്കാനൊക്കെ ആയിട്ടാണ് കൂടുതലും വാങ്ങിച്ചുകൊണ്ട് പോകണം. പിന്നെ ഈ സുവനീറൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം കേട്ടോ. ഈ തഞ്ചാവൂർ പാവകൾക്ക് ഒരു ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് തഞ്ചാവൂരിൽ ഈ പാവകൾ നിർമ്മിച്ചു തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു. ഇവിടെ മറാത്ത രാജവംശം ഭരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഭരണ കാലഘട്ടത്തിലായിരുന്നു. പ്രധാനമായിട്ടും കൊട്ടാരങ്ങളും രാജസദസ്സൊക്കെ അലങ്കരിക്കാനായിട്ടായിരുന്നേ. പിന്നീട് ഭവനങ്ങളൊക്കെ മോടി പിടിപ്പിക്കാനും നവരാത്രി ആഘോഷങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ പാവകളെ ഉപയോഗിച്ച് തുടങ്ങി കേട്ടോ. തഞ്ചാവൂർ പാവയുടെ വലിയ മാതൃകകൾ ഈ തഞ്ചാവൂർ നഗരത്തിൽ പല ഭാഗത്തും നമുക്ക് കാണാം കേട്ടോ. ഈ പരസ്യമൊക്കെ ചെയ്യാനായിട്ട്. അത് ഫൈബറാട്ടോ. ഞാൻ സിമെൻ്റ് എന്നാണ് ആദ്യം ഓർത്തേ. ഇത് ഇപ്പറ രാജാവും അപ്പുറ റാണിയായിട്ട് പരസ്യം ചെയ്യാൻ എന്തായാലും പറ്റിയൊരു മാർഗ്ഗമല്ലേ. ഇവിടെ തട്ടുകടകളൊക്കെ ഇങ്ങനെ ആക്റ്റീവായി തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ ഭയങ്കര കുത്തൽ മുളകിൻ്റെ ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്തിയേ. ഇത് ഇവിടെ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് കണ്ടോ. അത് നമ്മുടെ ഉണ്ണിയപ്പം അല്ലേ. ഉണ്ണിയപ്പം അല്ല കേട്ടോ, ഉണ്ണിയപ്പം പോലെ തന്നെ. ഇതൊക്കെ എന്നാ ചൊല്ലുക പനിയാരം. പനിയാരം ഉണ്ടാക്കുന്ന കണ്ടോ. പനിയാരം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഷേപ്പ്. ഇത് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഉണ്ണിയപ്പം കേരളത്തിൽ പനിയാരം. നോക്കട്ടെ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റാണെന്ന് നോക്കട്ടെ, കഴിച്ചു നോക്കാം. പനിയാരം. ഓരോ നാട്ടിലും ഓരോ പലഹാരങ്ങൾ പല പേരിലല്ലേ അറിയപ്പെടുന്നത്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. 2 എണ്ണത്തിന് 10 രൂപയാണേ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് വാങ്ങിച്ചു കേട്ടോ. ഇത് ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റേ അല്ല. ദോശമാവില്ല, ദോശമാവിൽ പഞ്ചസാര ചേർത്ത് എങ്ങനെ ഇരിക്കും ആ സെയിം ടേസ്റ്റ്. ഇവിടെ ഈ ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ട് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റം കണ്ടോ. എത്ര നിലയായിട്ടാണ് നോക്കി കാറുകൾ പാർക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഏറ്റവും മേളത്തെ കാർ ഇറക്കണമെങ്കിൽ എന്ത് ചെയ്യും, താഴത്തെ എല്ലാം ഇറക്കണ്ട, അല്ലാതെ പറ്റുമോ? അല്ലെങ്കിൽ ലിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? അപ്പം അതിൻ്റെ അകത്താണ് ഓൾഡ് ബസ് സ്റ്റാൻഡ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ബസ് ന്യൂ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ബസ് കൂടുതലും ഈ ലോക്കൽ സർവീസൊക്കെ നടത്തുന്ന ബസ്സുകളാണ് കേട്ടോ. അപ്പം ഈ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ പശുക്കളൊക്കെ റോഡ് സൈഡിൽ നിൽക്കുന്നത്. അവർ കഴിക്കുന്ന ഈ വേസ്റ്റൊക്കെ ഉണ്ടോ, ഈ വേസ്റ്റ് കൊണ്ടിട്ടേക്കണടുത്തു നിന്നൊക്കെയാണ് കഴിക്കുന്നത്. പുല്ലൊന്നുമല്ല. കഷ്ടം. അത്യാവശ്യം വലിയ ടൗണാണ്. നമ്മൾ നടന്നാലൊന്നും അങ്ങനെ പെട്ടെന്ന് തീരില്ല കേട്ടോ. അതിൻ്റെ അകത്തൊരു അമ്പലമാണ്. അതുപോലെ തന്നെ ഈ പരിസരത്ത് ധാരാളം ടെക്സ്റ്റൈൽസും. ഒരു ചേച്ചി സൈക്കിളിൽ ഓടിക്കൊണ്ട് വരുന്നത്. ടെക്സ്റ്റൈൽസും മൊബൈൽ കടകളും അങ്ങനെ ധാരാളം കടകളൊക്കെ ആണ് കേട്ടോ. ഇത് ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം എന്ന് പറയുന്നത് ഇത് പോഷ് ഏരിയ ഒന്നുമല്ല കേട്ടോ. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ ന്യൂ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത് നമ്മൾ രാവിലെ കണ്ടത് അതൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അത് നല്ല പോഷ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ അങ്ങനെയല്ല. ഇതൊരു ഭയങ്കര ലോക്കലായിട്ട് നമുക്ക് തോന്നും കേട്ടോ. എല്ലാ കാര്യങ്ങളും പഴയ കെട്ടിടങ്ങളും അങ്ങനെയാണ്. അങ്ങനെ അധികം നല്ല നീറ്റൊന്നുമല്ല. പിന്നെ ഈ കാണുന്നതെന്ന് പറയുന്നത് ഇതെനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു ഹോൾസെയിൽ മാർക്കറ്റാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ ബാംഗ്ലൂർ ചിക്പേട്ടിലും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേനും കാണുന്ന രീതിയിലുള്ള കടകൾ പ്രധാനമായിട്ടും ഡ്രസ്സുകളും ഈ തയ്ക്കാനായിട്ടുള്ള ഉൽപ്പന്നങ്ങളും ചെരുപ്പ്, ബാഗ്, ഫാൻസി ഐറ്റംസ് അതൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന ധാരാളം കടകൾ നമുക്കിവിടെ കാണാവേ. ഇന്നലെ നമുക്ക് വീഡിയോയ്ക്ക് ഔട്ട്ഡോർ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിവിടെ വൈകുന്നേരം വന്ന് റൂമൊക്കെ എടുത്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് അല്പസമയം ഒന്ന് കിടന്നതാണേ. ഉറങ്ങിപ്പോയി. അപ്പോൾ എഴുന്നേറ്റപ്പം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ തഞ്ചാവൂർ നഗരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ തഞ്ചാവൂരിൻ്റെ നഗരത്തിലെ കാഴ്ചകളൊക്കെയായിരുന്നു കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ സൈഡിലേക്ക് പോകണം, ഗ്രാമക്കാഴ്ചകളൊക്കെ കാണണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ തഞ്ചാവൂർ പാവ കണ്ടില്ലായിരുന്നോ? അതുണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ തഞ്ചാവൂരിലുണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ടോ.
അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തഞ്ചാവൂരിൽ നിന്നുള്ള പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.